ഞാൻ ഇന്ന് വന്നത് ചീരയിലയും ചക്കക്കുരുവും കൊണ്ട് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുകയാണ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു 25 ചക്കക്കുരു തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഈ ചീരയിലയാണ് ഞാൻ കറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ചക്കക്കുരു ഞാനിങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീരയില മുറിച്ചെടുക്കാം. ചെറുതാക്കിയിട്ടല്ല ഞാൻ മുറിച്ചെടുത്തത്. ആ ചീരൻ്റെ ഒരില 3 പീസാക്കിക്കുന്നു. ഇങ്ങനെ ഇത്ര വലിപ്പത്തിലാണ് ഞാൻ ആ ചീരയില മുറിച്ചെടുത്തത്. ഇതുപോലെ അങ്ങനെ ഞാൻ ആ ചീരയില മുഴുവനും മുറിച്ചെടുത്തു. ഇനി നമുക്ക് കഴുകി അരിഞ്ഞു വെച്ച ചക്കക്കുരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 7 പച്ചമുളകും 2 വെളുത്തുള്ളിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം കുക്കർ മൂടി വെച്ച് നമുക്ക് സ്റ്റവിൽ വെച്ച് അത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ അരക്കപ്പ് തേങ്ങയും 1 നുള്ളു ജീരകവും 2 ചെറിയ ഉള്ളിയും കുറച്ച് വെള്ളവും ഒഴിച്ച് അടിച്ചെടുത്തതാണ് ഇത്. പിന്നീട് നമുക്ക് അരിഞ്ഞ ചീരയിലേക്ക് ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കുക്കർ തുറന്നതിന് ശേഷം ചക്കക്കുരുവൊക്കെ കുറച്ച് വെന്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കുറവുണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ തീ കത്തിച്ചിട്ട് ഒന്ന് ഇളക്കി. നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചീരയിലയും തക്കാളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇനി നമുക്ക് ഇളക്കിയതിന് ശേഷം വേവിച്ചെടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ചീര വേവുന്നതിന് വേണ്ടിയിട്ട് ചീരയും തക്കാളിയും ഈ കറി നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രുചിയാണ്. ഇതിപ്പോൾ നമ്മുടെ ചീരയൊക്കെ വെന്തിട്ടുണ്ട്. ചീരയും തക്കാളിയും നമുക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം, മിക്സീൻ്റെ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഞാനൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഒരു പാൻ സ്റ്റവിൽ വെച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 1/2 സ്പൂൺ കടുകിട്ട്, കടുക് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളകും ഇട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. ഇനി അല്പസമയം നമുക്കൊന്ന് മൂടി വയ്ക്കാം. കറി മൂടി തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം.